ഗുരുജി, വൈദ്യവും സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? ഈ ചികിത്സ എന്ന് പറയുന്നത് തന്നെ ഒരു അധ്യാത്മ വൃത്തിയാണ്. രോഗം, ചികിത്സ, ജീവിതം, അധ്യാത്മം ഇനിയൊന്നും വേറിട്ട് കാണേണ്ടതില്ല. ഇതെല്ലാം ജീവിതത്തിന്റെ ഒരേ ഒരു ജീവിതത്തിന്റെ ഭാഗങ്ങളല്ലേ. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് അനേക ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടാ. ചെറിയ ചെറിയ കാര്യങ്ങൾ, സാമാന്യ കാര്യങ്ങളൊക്കെ സാമാന്യ യുക്തിയും സാമാന്യ ചികിത്സ കൊണ്ടൊക്കെ മാറിക്കിട്ടിയേക്കാം. ചില കാര്യങ്ങളൊക്കെ ചില പ്രാർത്ഥനകൾ കൊണ്ടും പൂജകൾ കൊണ്ടും ഒക്കെ കുറേയൊക്കെ മാറിക്കിട്ടിയേക്കാം. എങ്കിലും ചിലതുണ്ടാവും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ചിത്തത്തിൽ സ്മൃതിരൂപമായി സഞ്ചയിച്ച് കിടക്കുന്ന അഗാധതയിൽ നിന്നുള്ള പല രോഗങ്ങളുമുണ്ട്. ആ രോഗങ്ങൾ പക്ഷെ പല ചികിത്സകൾ ചെയ്താലും നമുക്ക് ഫലമൊന്നും കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരികയും വരികയൊക്കെ ചെയ്യുന്നു. ഇത്തരം രോഗങ്ങൾ വളരെ നമ്മുടെ മനസ്സിൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്നും ഈ ഫോർമാറ്റ് ചെയ്ത് കളയുന്ന പോലെ തന്നെ എല്ലാം ക്ലിയറായിട്ട് കളയേണ്ടതുണ്ട്. അത് സാമാന്യ വൈദ്യന് ചികിത്സിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സ്പെഷ്യൽ വൈദ്യനെ പറ്റി അഷ്ടാംഗതയൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഔത്സുക്യ മോഹാരതകളെ മാറ്റാൻ കഴിയുന്ന വൈദ്യൻ, മനസ്സിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ രാഗദ്വേഷങ്ങളെ മാറ്റാൻ കഴിവുള്ള വൈദ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഗുരുക്കന്മാരിത് ചെയ്തിരുന്നു. ഗുരുക്കന്മാർ മഹാവൈദ്യന്മാരായിരുന്നു. അപ്പോൾ വൈദ്യൻ നമ്മളിന്ന് ഉദ്ദേശിക്കുമ്പോൾ രോഗത്തെ ചികിത്സിക്കാമെന്നാണ്. ഈ രോഗം എന്ന് വെച്ചാൽ ഈ ഭവം, ഈ ലോക ജീവിതം തന്നെ ദുഃഖമയമാണെങ്കിൽ അത് തന്നെ രോഗമായിട്ടാണ് കാണുന്നത് അധ്യാത്മത്തിൽ. ഈ ലോകം തന്നെ ഒരുതരം രോഗമാണ്. ഈ ലോകം ഈശ്വരൻ്റെ നന്ദൻ വാടികയാവുമ്പോൾ, അതായത് ഇതൊരു ഗാർഡനായി മാറുമ്പോൾ, ഈശ്വരൻ്റെ സ്വന്തമാണെന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ ഈ ലോകരോഗം മാറുള്ളൂ. ദക്ഷിണാമൂർത്തി ശ്ലോകത്തിലും പറയുന്നില്ലേ, ഭിഷജേ ഭവരോഗിണാം, ഭവരോഗത്തിൽപ്പെട്ട് കിടക്കുന്ന അവർക്കുള്ള ഭേഷജവും ഭിഷക്കും ഒക്കെ ആരാ? ഗുരു തന്നെയായിട്ട് പറയുന്നുണ്ടല്ലേ. നിധേ സർവ്വവിദ്യായം, സർവ്വ അറിവുകളും ആ ഗുരുവിൽ നിന്ന് ഉദ്ഭവിക്കുന്നുണ്ട്. ആ പരമേശ്വര ചൈതന്യത്തിൽ നിന്നാണ് സർവ്വ രോഗങ്ങളും മാറ്റാനുള്ള വഴി അവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈശ്വരന് ശരണം പ്രാപിക്കുക, ആ പരമേശ്വരന് ശരണം പ്രാപിക്കുക, അത് സത്യസന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പാർത്ത് ആനന്ദമയമായ ജീവിതം ജീവിക്കുക. ഇത് തന്നെ ഈ രോഗബാധയിൽ നിന്നുള്ള മുക്തി മാർഗം. വേറൊന്നുമില്ല. അതിന്ന് ഈ കലികാലത്ത്, ഈ ഡാർക്ക് ഏജിൽ, ഈ സമയത്ത് അതിപ്രധാനം തന്നെയാണ്. അതുകൊണ്ട് ഈശ്വര ചൈതന്യം എല്ലാത്തിലും ദർശിക്കുക, സർവത്ര ഈശ്വരനെ ദർശിക്കുക, സർവകാര്യങ്ങളിലും ഈശ്വരനെ ധ്യാനിക്കുക. അത് സർവ്വതും ഈശ്വര കർമ്മങ്ങളാണെന്ന് കാണുക, ഈശ്വര ലീലകളാണെന്ന് അറിയുക. അങ്ങനെ ജീവിതത്തെ ആനന്ദ ജീവിക്കുക. അത് തന്നെ ഈ രോഗബാധയ്ക്കുള്ള ഉപായം. ഗുരുജി ഇപ്പൊ പറഞ്ഞില്ലേ അങ്ങനെ നമ്മൾ ചിന്തിച്ചാ മതി. പക്ഷെ അത് ട്രെയിൻ ചെയ്തെടുക്കാനല്ലേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ആർക്കും അത് അങ്ങനെ ചിന്തിച്ച് വെക്കാൻ പറ്റത്തില്ലല്ലോ മനസ്സിൽ. അങ്ങനെ ഒറ്റയടിക്ക് പറ്റുവാന്ന് വളരെ എളുപ്പമായിരുന്ന കാര്യങ്ങൾ. നമ്മൾ കുട്ടിയെ കൈയക്ഷരം എഴുതാൻ പഠിപ്പിക്കാൻ തന്നെ എത്രയോ വർഷങ്ങൾ എടുക്കില്ലേ. അത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് സുന്ദരമായ ഹാൻഡ് റൈറ്റിംഗ് ആക്കി മാറ്റാൻ അനേക വർഷങ്ങളുടെ അഭ്യാസം ആവശ്യമാണ്. കാരണം ഇതെല്ലാം നമുക്ക് എത്ര ഇൻറ്റൻസിറ്റി ഉണ്ട് ആ പഠിത്തത്തിൽ, അല്ലേ? നമുക്ക് എത്ര താല്പര്യമുണ്ട്, നമുക്ക് എത്ര അതിനോട് പാഷനുണ്ട്. ഈ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് ആ വിദ്യ ലഭിക്കുന്ന സുഗമമായി തീരും. പക്ഷെ അല്ലാത്തവർക്ക് കൂടുതൽ അഭ്യാസം ആവശ്യമുണ്ട്. ഇത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. അധ്യാത്മ വിഷയമാവട്ടെ, ഭൗതിക വിഷയമാവട്ടെ, അതിനൊന്നും വേർതിരിച്ച് കാണേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ രണ്ടും രണ്ടല്ല. അറിയുവാൻ വേണ്ടി നമ്മളിതിനെ മുറിച്ച് പഠിക്കുന്നു. പക്ഷെ സത്യം ഒന്നേ ഉള്ളൂ. ഇനി സത്യത്തെ അഭ്യാസത്തിൽ കൂടെ നേടാൻ പറ്റുമോ? ഇല്ല. പിന്നെങ്ങനെ? നീ ആ സത്യമാണല്ലോ, ആ സ്മൃതിയിലൂടെ, ആ ഓർമ്മപ്പെടുത്തലിലൂടെ നീ നിരന്തരം നിന്നെ ഓർമ്മപ്പെടുത്തണം. അതൊരു അഭ്യാസമാണോ? ആണെങ്കിൽ അപ്പോൾ അഭ്യാസത്തിലൂടെ നേടാൻ പറ്റൂല്ലേ? അത് നേട്ടമല്ലത്. പക്ഷേ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഒരു കോൺട്രഡിക്ടറി ആയി മാറും. അത് ഓൾറെഡി ഉള്ള നീ അതാണ്. അതിന് പതിയെ തെളിഞ്ഞ് കാർമേഘം മാറി സൂര്യൻ പ്രകാശിക്കുന്ന പോലെ നിന്റെ ആത്മചൈതന്യം പ്രകാശിച്ചു വരും. അപ്പം നിനക്ക് ഉറപ്പാവും അത് സമാധിയാണ്. ധി എന്ന് വെച്ചാൽ ബുദ്ധി സമസ്ഥിതിയിലായി തെളിഞ്ഞു വിളങ്ങുന്ന അവസ്ഥ. പിന്നെ ഒന്നും നിന്നെ ബാധിക്കില്ല. പക്ഷെ അത് മനസ്സിനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നില്ലേ. അപ്പൊ പിന്നെ അത് സത്യമാണ് നിർബന്ധമാണ്. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അഭ്യാസ മാർഗത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ? അത് പക്ഷെ ഉള്ളതാ. അതിനെ ഉണ്ടാക്കാൻ സാധ്യമല്ല. മനസ്സിനോട് മനമേ നീ ആ വഴി പോകൂ, നീ ആ പരമേശ്വര ചൈതന്യത്തെ പ്രേമിക്കൂ,
അതിൽ ആനന്ദിക്കുവോ, അതിൽ അലിഞ്ഞു ചേരുവോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ പതുക്കെ പതുക്കെ മനസ്സ്, അതായത് സൂര്യനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന രശ്മിയുടെ ഒപ്പമുള്ള ഇരുണ്ട ആ ഒരു രശ്മി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ആ ഇരുട്ട് തിരിഞ്ഞൊന്ന് നോക്കിയാൽ ആ നിമിഷം സൂര്യനെ കാണാം ഇല്ലേ? അതിനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാനുള്ള പ്രേരിപ്പിക്കലല്ലേ ഈ സാധന എന്നൊക്കെ പറയുക. ഞാൻ എവിടുന്ന് വന്നിരിക്കുന്നു, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നു, അതിലേക്ക് തിരിച്ചൊരു നോട്ടം. നോക്കുമ്പോൾ ആരെ കാണും? അച്ഛനെ കാണും, ആ പ്രകാശത്തെ കാണും, ആ ചൈതന്യത്തെ കാണും. ആ ചൈതന്യം എൻ്റെ സ്വരൂപമാണ്. പക്ഷെ ഞാൻ ഇരുണ്ടു പോയിരിക്കുന്നു. കാരണം എന്ത്? ഈ രാഗദ്വേഷങ്ങൾ കാരണം, ഈ അടുപ്പവും വെറുപ്പും, ഈ പറഞ്ഞ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യ ഡംബാദികളാൽ എൻ്റെ മനസ്സിനെ അതൊക്കെ ബാധിച്ച് ഞാൻ ഈ വിഷയത്തിൽ നിന്നും, സത്യവിഷയത്തിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ സത്യവിഷയത്തെ തിരിച്ച് ഓർമ്മിക്കുക, സ്മൃതി, ഓർമ്മപ്പെടുത്തലാണ്. ശരിയാണ്, അതും അഭ്യസിച്ച് ഉറക്കാം. അതിനൊപ്പം തന്നെ വിരക്തിയും വേണം ഈ വിഷയങ്ങളിലെ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ മനസ്സിന് തെളിച്ചം വരണം. സന്തോഷമായിട്ടൊന്ന് ശീലിക്കുക ഏറ്റവും എളുപ്പമാർഗമെന്ന് തോന്നുന്നു. പക്ഷെ പ്രയാസം ആ സന്തോഷമായിരിക്കാം. സദാ സന്തോഷത്തെ ശീലിക്കുക എന്നുള്ള ആനന്ദമാർഗം അഥവാ കുണ്ടലിനി മാർഗം. എങ്കിലും ഗുരുജി ഈ ശരിക്കുള്ള സ്വരൂപത്തിൽ നിന്ന് എന്തിനാ പുറത്തു വന്നു? എന്നിട്ട് വീണ്ടും അതിനെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു, അത് പിന്നെ കുറെ ജന്മങ്ങളായിട്ട് നോക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിന്റെയൊക്കെ കാരണം എന്താ? ഇതൊരു കളിയാ. നമ്മൾ കുഞ്ഞു വാവയായിരിക്കും, നമുക്ക് സന്തോഷമല്ലേ, ഏറ്റവും കുഞ്ഞു വാവ ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് കഴിച്ച് ഒന്ന് കരഞ്ഞാൽ ഉടനെ തന്നെ ആഹാരം കിട്ടും ഇല്ലേ? ഇതുപോലെ പ്രകൃതിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ മനുഷ്യനൊഴികെ? ഒരു പട്ടി ആഹാരം കിട്ടില്ല എന്ന് വന്ന് കരയാറുണ്ടോ? അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾക്ക് വന്ന് പറയാറോ? അത് സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാറുണ്ടോ? ഇല്ല. എന്ത് പ്രശ്നമുണ്ടല്ലോ അതിന് പരിഹാരമാണ് സർവ്വ ജീവജാലങ്ങളും ശ്രമിക്കുന്നത്. മനുഷ്യൻ മാത്രമേ പ്രശ്നത്തെ വഷളാക്കുന്ന ഈ വിചാരങ്ങളിൽ പെട്ട് കിടക്കുന്നത് മനുഷ്യന്റെ ശീലമാണ്. പിന്നെ അതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ പറയുന്ന വാക്കാണ് ആത്മമായ. സ്വയം ഒരു കളിക്ക് ഇറങ്ങിയതാണ്, പക്ഷെ വഴി തെറ്റിപ്പോയി, തിരിച്ച് വീട്ടിൽ പോകാൻ അറിയില്ല. എവിടുന്ന്? സ്വയം ഉണ്ടാക്കി വെച്ചതാ, വേറെ ആരും ഉണ്ടാക്കിയതല്ല. വേറെ ഒരു വിധി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം തന്നെയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാ. പക്ഷെ അത് എനിക്ക് ഓർമ്മയില്ല. മുമ്പ് പറഞ്ഞ പോലെ ഓർമ്മപ്പെടുത്താൻ ഒരാൾ വേണം. അയാളും എന്നിൽ നിന്ന് വ്യത്യസ്തമല്ല, എൻ്റെ തന്നെ ശുദ്ധസ്വരൂപമാണ്. ആ ശുദ്ധസ്വരൂപം ഞാൻ എങ്ങനെയോ എൻ്റെ മായാൽ ഇങ്ങനെ ആയിത്തീർന്നു. ഇതെങ്ങനായി, എന്തായി എന്നൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ ഇല്ലാണ്ടാക്കാൻ പറ്റും, അതറിയാം. അതായത് ഇരുട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉള്ളതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടല്ലോ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ എന്താണ് ഇരുട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പ്രകാശത്തെ ഊർജമാണെന്നും തരംഗമാണെന്നും ഒക്കെ പറയാം. ഇരുട്ട് എന്ത് കുന്തമാണ് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇരുട്ടുണ്ടല്ലോ, അനുഭവത്തിലുണ്ടല്ലോ ഇല്ലേ? പക്ഷെ പ്രകാശം വന്നാൽ ഇരുട്ട് മാറും. പക്ഷെ ഇരുട്ടിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പ്രകാശം കെട്ടാൽ ഇരുട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇരുട്ടുള്ളതാണോ ഇരുട്ടില്ലാത്തതാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് മറുപടി പറയാൻ പറ്റും? രണ്ടു വിധത്തിലും പറയാം. ഇരുട്ടുള്ളതാണ്, ഇല്ലാത്തതാണ്. പ്രകാശം ഉണ്ടല്ലോ, അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. പക്ഷെ ഇരുട്ടിനെ പറ്റി വലിയ സംശയം. ഇതുപോലെയാണ് ഈ പറഞ്ഞ വിഷയം. നമ്മളിൽ നിന്ന് എന്തിനു പുറപ്പെട്ടു, എന്താ നമ്മളിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള സിമ്പിളായിട്ടുള്ള വാക്കുകൾ പ്രാചീനർ പറഞ്ഞിരിക്കുന്ന ആത്മമായ, സ്വന്തം മായാശക്തി കൊണ്ട് നമ്മളിങ്ങനെ ആയി മാറിയതാണ്. സ്വന്തം സങ്കല്പങ്ങൾ കൊണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? നമുക്കെന്ത് വേണം? ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളൊക്കെ മതി ജീവിക്കാൻ. പക്ഷെ പോരല്ലോ, നമ്മൾ പുതിയ പുതിയ ആഗ്രഹങ്ങൾ, മനസ്സിനെ പുതിയ പുതിയ വസ്തുക്കളിലേക്ക് മോഹം കൊണ്ട് പല വിഷയങ്ങളിലേക്ക് നമ്മളിങ്ങനെ പെട്ട് വളർന്നു പോകില്ല നമ്മുടെ ആഗ്രഹങ്ങൾ. അതിനനുസരിച്ച് ദുഃഖമല്ലേ ഫലം? ഇതെന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അങ്ങ് പോകുന്നു അല്ലേ? ഇതൊരു അത്ഭുതപരമായ ഒരു വൃത്തിയാണ്. എന്താ പറയുക അതിന്? പക്ഷെ നമുക്കിതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും, അതറിയാം. രക്ഷയ്ക്കുള്ള മാർഗമുണ്ട്. പക്ഷെ പെട്ടെന്ന് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ശ്രദ്ധിച്ചിരുന്ന് നോക്ക്, സ്വയം മനസ്സിലാവും. അപ്പൊ ഈ പറഞ്ഞ ഇതിലോട്ട് എത്താനുള്ള ഒരു യാത്രയാണോ ഗുരുജി ജീവിതം എന്ന് പറയുന്നത്? ജീവിതം അതുകൊണ്ടല്ലേ ഈശ്വര ലീലയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഈശ്വരൻ എന്നിൽ അന്യനല്ലാന്ന് തിരിച്ചറിഞ്ഞാൽ, എങ്കിലും ഞാൻ ഈശ്വര ശിഷ്യന് അല്ലെങ്കിൽ ഭക്തന് അന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതം ജീവിക്കാൻ നല്ല രസമാണ്. കാരണം ഇത് ഓൾറെഡി സെറ്റപ്പ് ആയി കഴിഞ്ഞു. എൻ്റെ ശരീരം എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കർമ്മങ്ങളൊക്കെ സെറ്റായി. എൻ്റെ മതി എവിടെ ഉറച്ചോ അതനുസരിച്ച് എനിക്ക് ശരീരം വിട്ടുപോയപ്പോൾ പുതിയ ശരീരം കിട്ടിയത് എൻ്റെ മതി എവിടെ ഉറച്ചു, എൻ്റെ ബുദ്ധി എവിടെ ഉറച്ചിരുന്നു എന്ന ആസ്പദമാക്കിയാണ്. ഇപ്പോൾ ഇതെല്ലാം സെറ്റാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ.
ഇനി മുന്നോട്ടുള്ളത് നമുക്ക് മാറ്റാനും പറ്റുമല്ലോ. ഫ്രീ വിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കരുത്. ഉണ്ട് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കളയും. കാരണം അതങ്ങനെയാണ്. അപ്പം ഇനി നമുക്കത് പറ്റുമല്ലോ. അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ മാർഗത്തിൽ ആനന്ദിച്ചു പോയാൽ എന്ത് രസകരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കും, ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും, ദുഃഖമയമായിട്ടും ജീവിക്കാൻ പറ്റും. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചോയ്സ്. സഫറിങ് ഈസ് നെസസറി, ദാറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. ബട്ട് you can suffer your life or you can enjoy your life. That's only choice you have.